കാവൽ പിതാക്കന്മാരായ ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയിലുള്ള പെരുന്നാളിലെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ കൊടിവരത്തിൽ കഴിക്കുന്നതായ കൊടി പ്രാർത്ഥനയോടുകൂടി ദൈവമേ അടുത്ത പെരുന്നാളും അനുഗ്രഹമായി നടത്തുവാൻ ദേശത്തെ ഇടവകയിൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊടി ഇറക്കും. വളരും അവൻ ലബനോൻ കാരകൾ വൃത്തതയിലും അവർ തളിരിട്ടു നനച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തോമൻ കാലസ്കുരേലായിസോ. ഭാഗ്യം നേബിയാർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. ചിറകുകൾ പോ ഉന്നത പദമേറി സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശ്രമവും ശാന്തിയുമാവരട്ടെ. ശ്ലൈഹിക വാഴ്വിനായിട്ട് എല്ലാവർക്കും നിൽക്കാം. ഈ പെരുന്നാളിൻ്റെ പരിസമാപ്തി ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശ്ലൈഹിക വാഴ്വിനായിട്ട് നമുക്ക് നിൽക്കാം. അരുളീ നാഥൻ ജാതികളിൽ വഴി പോകരുതേ സോമറവർ ഭവനേ പോകരുതേ പരീശന്മാർദൻ ഉപദേശേ വഞ്ചനദാൻ പ്രാവുസമം കപടം കൂടാതുരകം ബോധമുൾക്കൊള്ളു ചെന്നായി നടുവിൽ കുഞ്ഞാടു പോൽ ഓലയോ ഞാനായിരിക്കുന്നു നിങ്ങളെയും സ്ലോസോ
മലാഖമാരുടെയും പേരുമായ ഹാലേലികളും സ്തുതികളും പ്രീതിപ്പെടുത്തുവാനായി കാരണവാനായ കർത്താവ് ഈ പെരുന്നാളിൽ സംപ്രീതനാവുകയും ഈ റാശയിൽ പ്രീതിപ്പെടുകയും നിങ്ങളെ അധ്വാനങ്ങളിൽ ആനന്ദിക്കുകയും ഉയരത്തിൻ്റെ കവാടങ്ങൾ തുറന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്കായി വേർതിരിക്കുക സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി നിങ്ങളെ വിളിച്ചേർക്കുക ഭാഗ്യവാന്മാരായ പിതാക്കന്മാരെ പോലെ ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കുവാനും ക്രിസ്ത്യൻ മൂല്യങ്ങൾ ഉയർത്തുവാനും ദീപങ്ങളായി ഈ ലോകത്തിൽ പ്രശോഭിക്കുവാനും അന്ധകാരത്തെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നീക്കുവാനും തക്കവണ്ണം കൽപ്പുള്ളവരായി രൂപാന്തരപ്പെടുകയും ദൈവപ്രഭയിൽ ആനന്ദിക്കുകയും ക്രിസ്ത്യൻ മൂല്യങ്ങളോടുകൂടി ഈ ലോകത്തിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം കൃപയിൽ നിന്ന് കൃപയിലേക്ക് വഴി നയിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം വന്ന് അനുഭവിച്ചുള്ളൂ എന്നെന്ന് വലത്തുഭാഗത്തുള്ളവരോട് പറയുന്ന എമ്പേറുമായിട്ടുള്ള ശബ്ദം കേൾക്കുവാൻ നിങ്ങളെയും ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും തിരുസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ട് വാങ്ങിപ്പോരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഉയരത്തിൻ്റെ അവകാശികളായി നിങ്ങളെ മുദ്രവെത്തുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും എൻ്റെ സന്തതി പരമ്പരയ്ക്കും കൈമാറിയ കൃപകളും അനുഗ്രഹങ്ങളും സൗജന്യമായി വേർതിരിക്കുന്ന കാരണവാനായ കർത്താവ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കുകയും കല്ലടാവിലേക്ക് കടന്നു വന്നവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനും ആ വലിയ ഭാഗ്യത്തിനും വെളിച്ചവും തെളിച്ചവും ജീവനും നിത്യജീവനും ഓഹരിക്കാരായി നമ്മളെ ഉയർത്തുവാനും അവനോടുകൂടെ യാത്ര ചെയ്യുവാൻ ഭാഗ്യകരമായിട്ടുള്ള അനുഭവം വേർതിരിപ്പാനും അനേകർക്ക് അവനിലേക്ക് നടന്നെടുക്കുവാൻ തക്കവണ്ണം വെള്ളി നക്ഷത്രം പോലെ പ്രകാശിതരായി ഈ ലോകത്തിൽ വർദ്ധിക്കുവാനും ആ വെളിച്ചം നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബന്ധങ്ങളിലും ദൃഢീകരിക്കപ്പെട്ട വലിയ അനുഭവത്തിലായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും നിരാശയിൽ നിന്നും നിർവേർപ്പിൽ നിന്നും അന്ധകാരത്തിൻ്റെ അംശങ്ങളിൽ നിന്നും മരണത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും ഈ ലോകത്തിൽ നിന്ന് നമ്മളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ അംശങ്ങളിൽ നിന്നും വീണ്ടെടുക്കുകയും ജീവൻ്റെയും നിത്യജീവൻ്റെയും ഓഹരിക്കാരായി അതിൻ്റെ പ്രവാചകരായി അതിൻ്റെ പ്രകാശം അനുഭവിക്കുന്നവരായി മറ്റുള്ളവർക്ക് കൈമാറുന്നവരായി ഈ പിതാക്കന്മാരെ പോലെ ശോഭയുള്ളവരായി ദൈവ തേജസ്സും ഓഹരിയും ഏറ്റുവാങ്ങുന്നവരായി അതിനനുസരിച്ചുള്ള മൂല്യങ്ങളോടുകൂടി ഈ ലോകത്തിൽ വർദ്ധിക്കുവാനും നല്ല സാക്ഷ്യം വഹിക്കുവാനും തക്കവണ്ണം കൃപയിൽ നിന്ന് കൃപയിലേക്ക് നയിക്കപ്പെടുമാറാണ്.
ചെയ്യുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധൻ മറിയാമിൻ്റെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമന്തകളുടെയും ശേഷം ആരുടെ നാമത്തിൽ ഈ പെരുന്നാൾ ആചരിക്കുന്നു, ആരുടെ നാമത്തിൽ ഈ ദേവാലയം പടുത്തുയർത്തിരിക്കുന്നു, ആ ദൈവത്തിൻ്റെ ദാസരും നമ്മുടെ പിതാക്കന്മാരുമായ വലിയവനായ മാ ബസിലിയോസിൻ്റെയും മാ ഗ്രിഗോറിയോസിൻ്റെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സവാസവും നിങ്ങളെല്ലാവരുടെ മേലും നിങ്ങളുടെ സ്ഥലത്വാനങ്ങളുടെ മേലും ദൈവം ദാനമായി നൽകിയിരിക്കുന്ന സ്ഥലത്തിന്മേലും അതിൻ്റെ മകുടമായ കുഞ്ഞുങ്ങളുടെ മേലും ദൈവസ്ഥാനത്തിലേക്ക് വിളിച്ചേർക്കപ്പെടെ വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പെരുന്നാളിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മുടെ പെരുന്നാൾ തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് കർമ്മം നടക്കുകയുണ്ടായി. ഇപ്പോൾ കാലാകാലങ്ങളിൽ പിതാക്കന്മാർ നമ്മെ ഏൽപ്പിച്ച ഈ വലിയ ദൗത്യം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് തിരുമനസ്സുകൊണ്ട് പെരുന്നാളിൻ്റെ കൺവീനർക്കും ട്രസ്റ്റിക്കും സെക്രട്ടറിക്കുമായി ഈ കൊടി കൈത്തിരിയെ കൊടുക്കുകയും ചെയ്യുന്നു. കൺവീനറെയും പള്ളി ട്രസ്റ്റിയും സെക്രട്ടറിയും മുൻപോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പരിസമാപ്തിക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ തക്കവണ്ണം ഈ ഇടവകയെ ഭരമേൽപ്പിച്ചോ അതിനൊരു ഭംഗവും വരുത്താതെ അഭംഗുരം ഭംഗിയായി അനുഗ്രഹമായി ഈ വർഷവും പെരുന്നാൾ നടത്തുവാൻ തക്കവണ്ണം സഹായിച്ച ദൈവത്തിൻ്റെ അളവറ്റ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അഭിയുന്നിയ കൂറുലോസ് തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കുർബാന അർപ്പിക്കുവാനായി ആദ്യമായി എഴുന്നള്ളുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് സഭയെക്കുറിച്ചുള്ള വലിയ സ്വപ്നം മനസ്സിൽ താലോലിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോടെ യുവാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രവർത്തിച്ച് മലങ്കര സഭയിലെ ബോംബെ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തായി ഇന്നും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോട് നന്നായി സഭയെ പുലർത്തുന്ന മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തന്മാരിൽ ഒരുവനായ നമ്മെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുമായി വളരെ വൈകാരികമായി ഇടപഴകുന്ന സ്നേഹനിധിയായ അഭിയുന്നിയ കൂറുലോസ് തിരുമനസ്സിനുള്ളതായ നന്ദി ഇടവകയുടെ പേരിൽ അർപ്പിക്കുകയാണ്. തിരുമനസ്സിന് ഈ വർഷത്തെ പെരുന്നാൾ ലഭിച്ചത് ഒരു ഭാഗ്യമായി കാണുന്നു. കാരണം നമ്മുടെ ഇടവകയുമായി വളരെ സ്നേഹബന്ധമുള്ള പല ഭവനങ്ങളുമായി തിരുമനസ്സുകൊണ്ട് ഇടപഴകുവാൻ സാധ്യമായ ഒരു പശ്ചാത്തലത്തിലും ഈ ഇടവകയിൽ ആദ്യമായി വരുന്നു എന്നുള്ളതുകൊണ്ടും തിരുമനസ്സിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവുമാണ്. ആ നിലയിൽ തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി സ്വർഗീയമായ ആരാധന അർപ്പിച്ച് നമുക്ക് ശക്തമായൊരു തോത് നൽകി ഈ ഒരു വർഷക്കാലം അവനോട് ചേർന്നിരുന്ന് നല്ല ഫലം കായ്പാനുള്ള നല്ല ഒരു സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ ബോംബെ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിയുന്നിയ കൂറുലോസ് തിരുമനസ്സിനുള്ളതായ നന്ദി ഇടവകയുടെ പേരിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം ഈ സമയം വിനിയോഗിക്കുകയാണ്. സഹകാർമ്മികരായി പരിവർത്തിച്ച വന്ദ്യരായ റംബാച്ചന്മാർ ഇവരെല്ലാം പത്തനാപുരം ദേറായിലെ അംഗങ്ങളാണ്. പത്തനാപുരം ദേറായുമായി എനിക്ക് വളരെയധികം ഒരു സ്നേഹബന്ധമുണ്ട്. കാരണം എൻ്റെ ആത്മീയ ജീവിതത്തെ കരിപ്പിടിപ്പിച്ചെടുത്തത് പത്തനാപുരം ദേറായിൽ പത്തനാപുരം കോളേജിലെ അവിടുത്തെ പഠനവും ആ മാലൂർ കോളേജ് ഹോസ്റ്റലിലെ ജീവിതമായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്ന പശ്ചാത്തലത്തിൽ പത്തനാപുരം ദേറായിലെ റംബാച്ചന്മാരോടും പത്തനാപുരം ദേറായിലുള്ളതായ നന്ദി വാക്കുകൾക്ക് അതീതമാണ്. ആ നിലയിൽ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന വെരി റവറൻ ഗബ്രിയേൽ ശമുവേൽ റമ്പാൻ, വെരി റവറൻ യൗനാൻ ശമുവേൽ റമ്പാൻ, വെരി റവറൻ ഹബീബ് ജോസഫ് റമ്പാൻ, വെരി റവറൻ പീറ്റർ തോമസ് റമ്പാൻ എന്നിവരോടുള്ളതായ ഇടവകയുടെ ആദരവ് അറിയിക്കുന്നു. അവരെല്ലാം ഒരുമിച്ച് വന്ന് വളരെ താല്പര്യത്തോടുകൂടി ഈ ഈ കുർബാനയിലും പെരുന്നാളിന്റെ ചടങ്ങുകൾക്കും അനുഗ്രഹകരമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വന്യ റംബാച്ചന്മാരുള്ളതായ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആ നിലയിൽ എല്ലാ കാര്യങ്ങളിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന ഇടവകയിൽ ഇന്ന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ മുൻ വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട പി കെ വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട കെ കെ തോമസ് അച്ഛൻ എന്നിവർ നമ്മുടെ റാസയിലും അതിൻ്റെ ക്രമീകരണങ്ങളുമൊക്കെ സംബന്ധിച്ചിരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമീപ ഇടവകയായ കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി വികാരി ബഹുമാനപ്പെട്ട തരകനച്ചൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ചുനക്കര വടക്ക് പള്ളിയുടെ വികാരിയായി പള്ളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ സഹോദരൻ ജോസി അച്ഛൻ ഇവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ രണ്ട് വൈദിക ശ്രേഷ്ഠരുള്ളതായ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇടവകയിലെ മക്കളും മരുമക്കളുമായിട്ടുള്ള വൈദികരുടെ സാന്നിധ്യം ഇടവക വികാരിയാകുന്ന എനിക്ക് വളരെ അനുഗ്രഹം തന്നെയാണെന്നുള്ള കാര്യം നന്ദിയോടെ ഓർക്കുന്നു.
വിളയിലെ ജോണച്ചൻ നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കടന്നു വന്നു. നമ്മുടെ പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും സംബന്ധിച്ച് അനുഗ്രഹമാക്കി തീർക്കുവാൻ സഹായിച്ചു. പുതിയാപള്ളിയിലെ സഹവികാരിയായ ബഹുമാനപ്പെട്ട വിൽസൺ ജോർജ് അച്ഛൻ വളരെ തിരക്കുകളുണ്ടായിട്ടും ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാനായിട്ട് കടന്നു വന്നു. ബഹുമാനപ്പെട്ട വിൽസൺ ജോർജ് ബഹുമാനപ്പെട്ട നമ്മുടെ സിറിലച്ചൻ, ഞങ്ങൾ മനസ്സിൽ ഞങ്ങൾക്ക് പേര് മറന്നു പോകുന്നു, പോട്ടെ. സിറിലച്ചൻ എല്ലാ കാര്യം ഇന്നലെ ഇത് തന്നെയായിരുന്നു. എനിക്ക് പ്രായമായെന്നോ അസുഖമായെന്നോ ആരും വിചാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് സിറിലച്ചന്റെ സാന്നിധ്യം എല്ലാ കാര്യങ്ങളിലും നിറസാന്നിധ്യമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പുതുവത്സരത്തിൻ്റെ അന്നും എല്ലാ ദിവസവും സിറിലച്ചൻ എൻ്റെ കൂടെയുള്ള ഒരുപക്ഷെ കൂടുതൽ സഹകരിച്ചുകൊണ്ടായിരിക്കും മറിഞ്ഞു അറിയാതെ മറവി എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യമാണ്. അതുകൊണ്ട് ഈ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ മരുമക്കളുടെ സാന്നിധ്യവും നമുക്ക് വളരെ സന്തോഷകരമായിരുന്നു. ബഹുമാനപ്പെട്ട അജുവച്ചൻ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികനായി പരിവർത്തി ബഹുമാനപ്പെട്ട സോളുവച്ചൻ ഇന്നലെ തിരക്കുകളുണ്ടായിട്ടും റാസക്കിടയിൽ വന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ഇടവകയുടെ മക്കളും മരുമക്കളുമായ എല്ലാ വൈദിക ശ്രേഷ്ഠരുള്ളതായ നന്ദി ഈ തരുണത്തിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷകർ എല്ലാ കാര്യങ്ങളിലും അവരുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു, സന്തോഷകരമായ കാര്യമാണ്. ഈ പ്രാവശ്യം റാസയുടെ മുമ്പിലും റാസയുടെ പുറകിലും വളരെ കാര്യങ്ങൾ ഭംഗിയാക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷകരെല്ലാം അംശവസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ അതിൽ വളരെ ചിട്ടയായി സംബന്ധിച്ചു എന്ന് പറയുന്നത് ഒരു പുതുമയും അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ പ്രധാന ശുശ്രൂഷകനാകുന്ന സുനിയുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി തരുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആ നിലയിൽ ശുശ്രൂഷകരുള്ളതായ നന്ദിയും വാത്സല്യവും അറിയിക്കുന്നു. മറ്റിടവകയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള നിരവധി ആൾക്കാരുടെ പരിചിതമായ മുഖങ്ങൾ ഞാനിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അങ്ങനെ മറ്റിടവകയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ വേറൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ ഔദ്യോഗിക ചാനലാകുന്ന ഗ്രിഗോറിയൻ TV ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം അവർ 3 പേരും ഇവിടെ കടന്നു വന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അവരോടുള്ളതായ വാത്സല്യം പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ മക്കളായി വിദൂരങ്ങളിൽ നമ്മുടെ ജന്മനാട്ടിൽ നിന്നും അകന്നു കഴിയുന്ന നിരവധി ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്, ഈ പെരുന്നാൾ ദിനങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ അവധി എടുത്ത് നാട്ടിൽ വന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എപ്പേർപ്പെട്ടവർക്കും വിശേഷിയ പ്രവാസി സഹോദരങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. പ്രവാസി സഹോദരങ്ങൾ 1-2 വിഷമം പങ്കുവച്ചത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തെന്ന് ചോദിച്ചാൽ അർത്ഥമറിയ സമാജത്തിന്റെ പിരിവ്, യൂത്ത് ലീഗിന്റെ പിരിവ്, പള്ളിപ്പിരിവ്, പെരുന്നാൾ പിരിവ്, വെച്ചൂട്ട് പിരിവ്, ഈ പിരിവുകളുടെ ഒത്തിരി പിരിവുകൾ ഞങ്ങൾ കണ്ടു. ഒന്നിനെ ഒരു മടി കൂടാതെ നൽകിയെന്നുള്ളത് തീർച്ചയായിട്ടും ബസേലിയോസ് പിതാക്കന്മാരുള്ള താല്പര്യവും സന്തോഷവുമാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് പ്രധാനമായിട്ടും 2 കുരിശ്, നമുക്ക് ഇന്ന് ഇവിടെ 3 കുരിശുകൾ കാണുന്നുണ്ട്. അതിൽ 2 കുരിശ് മാത്രമേ നമ്മുടെ സ്വന്തമായിട്ടുള്ളൂ. നടുക്ക് നമ്മുടെ ഇരിക്കുന്ന ഒരു സ്റ്റീൽ കുരിശാണ്. ഇന്നലെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി, ഒരു സ്വർണ്ണ കുരിശ് എവിടുന്നെങ്കിലും എടുത്താൽ കൊള്ളാമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നോളാം. പക്ഷേ ഞാൻ പല സ്ഥലങ്ങളിലും പോയി മുട്ടി നോക്കി, അവരാരും നല്ല സ്വർണ്ണ കുരിശ് ആർക്കും കൊടുക്കുകയില്ല. എന്നാലും നമ്മളുള്ള സ്നേഹം കൊണ്ട് ഒരു പള്ളിയിൽ നിന്നും എനിക്ക് ഒരു പ്രാർത്ഥനായോഗത്തിൽ നിന്നും എനിക്ക് അവരുടെ കുരിശ് നമ്മളുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിട്ട് തോന്നി എനിക്ക് എടുത്തു തന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഒരു സ്വർണ്ണ കുരിശ് ഉണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. ആദ്യത്തെ കുരിശ് വടക്കെടുത്ത് NK ജോയി വാങ്ങിച്ചു തന്നു. 2ാമത്തെ കുരിശ് കരമനയ്ക്കൽ കുടുംബത്തെ പ്രതികരിച്ചുകൊണ്ട് അനിയൻകുഞ്ഞ് വാങ്ങിച്ചു തന്നു. 3ാമതൊരു കുരിശ് വാങ്ങിപ്പാൻ തക്കവണ്ണം താല്പര്യം ഞാൻ 1-2 പേരോട് ഈ വിഷയം പങ്കുവച്ചപ്പോൾ ഉടൻ തന്നെ വന്ന് പറഞ്ഞു, ബസേലിയോസ് പിതാക്കന്മാരുടെ മധ്യസ്ഥയിൽ ഒരു കുരിശ് ഒരു വ്യക്തി വാങ്ങിച്ചു തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വാങ്ങിച്ചു തന്നിട്ട് പേരുകൾ പറഞ്ഞാൽ മതിയാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കുടുംബത്തോടും പ്രത്യേകമായിട്ടുള്ള വാത്സല്യം പങ്കുവെക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ കടന്നു വന്ന എപ്പേർപ്പെട്ടവരോടുമുള്ള നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് അവരോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടുന്ന കാര്യം തന്നെ ഇല്ല. എങ്കിൽ തന്നെയും നമ്മുടെ ആവശ്യമെന്നുള്ള നിലയിൽ കൈയയച്ച് ഉദാരമായി സാമ്പത്തികമായി സഹായിക്കുന്ന നിരവധി ആൾക്കാരുടെ സാന്നിധ്യം, ഇടവകയുടെ മക്കളുടെ സാന്നിധ്യം, അവരെല്ലാം നിറമനസ്സോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. അവരോടുള്ള എല്ലാ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും നന്ദിയോടെ സ്മരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് വികാരിയായ ഞാൻ മാത്രമല്ല, നമ്മുടെ ഇടവക്കാർ അറിഞ്ഞിരിക്കേണ്ടതും നാം മറക്കാൻ പാടില്ലാത്തതുമായ ഒരു വലിയ സത്യം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം
നമ്മുടെ റാസയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നാനാജാതി മതസ്ഥരായ എപ്പേർപ്പെട്ടവർ റോഡിന്റെ ഇരുവശങ്ങളിലും നിന്ന് ആ റാസയെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ചുനക്കര എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ വൈശിഷ്ട്യമായൊരു പ്രത്യേകതയാണ്. സ്നേഹത്തോടും സഹവർത്തത്തോടും സമഭാവനയോടും കാണുന്ന ചുനക്കര എന്ന് പറയുന്ന സ്നേഹത്തിന്റെ പര്യായമായി ഈ മണ്ണിന്റെ സ്നേഹവും ഐക്യവും കാത്തു സൂക്ഷിക്കുവാൻ നമ്മളാൽ കഴിയുന്ന വിട്ടുവീഴ്ച മനോഭാവത്തോടെ സൗഹാർദ്ദപരമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന കാലഘട്ടത്തിന് അനിവാര്യമാകിയാൽ നമ്മുടെ പള്ളിയെ സ്നേഹിക്കുന്ന നാനാജാതി മതസ്ഥരായ സ്നേഹിതന്മാരുള്ളതായ ഇടവകയുടെ വാത്സല്യവും നന്ദിയും അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. റാസ കടന്നുപോയ സമയത്തൊക്കെ ആ യഥോചിതം റാസയെ സ്വീകരിച്ച സാംസ്കാരിക സംഘടനകൾ, മതസംഘടനകൾ, വ്യക്തികൾ, കുടുംബങ്ങൾ എല്ലാവരുള്ളതായ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഈ പ്രാവശ്യം മലയാള മനോരമയിൽ നല്ല ഒരു സപ്ലിമെന്റ്, പള്ളിയെക്കുറിച്ചുള്ള നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കാൻ തക്കവണ്ണം ഇടയായി. അതിനുവേണ്ടി അധ്വാനിച്ച പെരുന്നാൾ കമ്മിറ്റിയെയും എല്ലാവരെയും പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു.